അങ്ങനെ മറ്റൊരു തോൽവി കൂടി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ തകർച്ച അങ്ങ് ഇംഗ്ലണ്ടിൽ പൂർണ്ണമാവുകയാണ്. ഇംഗ്ലണ്ടിനെതിരായ 4ാം T20 മത്സരത്തിൽ 9 വിക്കറ്റിന്റെ ദയനീയ പരാജയം ഏറ്റുവാങ്ങിയതോടെ ഒരു മത്സരം ബാക്കി നിൽക്കെ ഇന്ത്യ 5 മത്സരങ്ങളുടെ പരമ്പര 3-0 കൈവിട്ടിരിക്കുകയാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നായകൻ ശ്രേയസ് അയ്യരുടെ 49 പന്തിൽ 80, പോരാട്ട വീര്യത്തിൽ 158-ന് 7 എന്ന ഏതാണ്ട് ഭേദപ്പെട്ട സ്കോർ ഉയർത്തിയെങ്കിലും ഫിൽ സാൾട്ട്, ഹാരി ബ്രൂക്ക് എന്നിവരുടെ അർദ്ധ സെഞ്ചുറികളുടെ കരുത്തിൽ ഇംഗ്ലണ്ട് വെറും 13.5 ഓവറിൽ ലക്ഷ്യം കാണുകയായിരുന്നു. അതായത് 37 പന്തുകൾ ബാക്കി നിൽക്കെ ലക്ഷ്യം കാണുകയായിരുന്നു. ഈ തോൽവിയുടെ ന്യായീകരണം കണ്ടെത്താൻ പാടുപെട്ട ക്യാപ്റ്റൻ ശ്രേയസ് അയ്യരെയാണ് മത്സരശേഷം നമ്മൾ കണ്ടത്. ഇതൊരു ട്രാൻസിഷൻ പീരീഡ് ആണെന്നായിരുന്നു തോൽവിയുടെ കാരണങ്ങൾ ചോദിച്ചപ്പോഴുള്ള ടീമിലേക്ക് പുതുതായി കെട്ടിയിറക്കപ്പെട്ട അവസരം ലഭിച്ച നായകൻ ശ്രേയസിന്റെ വിചിത്രവാദം. ട്രാൻസിഷൻ പീരീഡ് ആണെങ്കിൽ ടീമിലെ ഭൂരിഭാഗം പേരും പുതുതായി കളിക്കുന്നവരായിരിക്കണം, അതായത് നവാഗതരായിരിക്കണം. എന്നാൽ ഇവിടെയോ ഇംഗ്ലണ്ടിന്റെ പല താരങ്ങളെക്കാളും മത്സര പരിചയമുണ്ട് ഇപ്പോഴത്തെ ഇന്ത്യൻ ടീമിന്. അഭിഷേക് ശർമ്മ അദ്ദേഹം 2024 മുതൽ കളിച്ചു തുടങ്ങിയതാണ്. ഇഷാൻ കിഷൻ 2021 മുതൽ കളിച്ചു തുടങ്ങിയതാണ്. അക്സർ പട്ടേൽ 2015 മുതലേ ടീമിലുണ്ട്. തിലക് വർമ്മ 2023 മുതൽ കളിച്ചു തുടങ്ങിയതാണ്. പ്രസിദ്ധ് കൃഷ്ണ 2023 മുതൽ ടീമിലുണ്ട്. വാഷിംഗ്ടൺ സുന്ദറാവട്ടെ 2017 മുതൽ ഈ ടീമിലുണ്ട്. ഇനി ടീമിൽ അവസരം നൽകാതെ പുറത്താക്കിയിരിക്കുന്ന സഞ്ജു സാംസൺ ആണെങ്കിൽ 2014 മുതലേ അദ്ദേഹവും ഈ ടീമിനൊപ്പമുണ്ട്. ഇനി ഈ പറയുന്ന ക്യാപ്റ്റൻ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ എത്തിയതാവട്ടെ 2017-ലാണ്. എന്നിട്ടാണ് പറയുന്നത് ട്രാൻസിഷൻ പീരീഡാണ് പോലും. ഈ പരമ്പര തോൽവിയുടെ നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനോട് ഒരു T20 പരമ്പര തോറ്റിരിക്കുന്നത്. ഇതിനു മുൻപ് 2014-ലാണ് ഇന്ത്യ ഇംഗ്ലണ്ടിനോടൊരു T20 പരമ്പര കൈവിട്ടത്. അന്ന് ഇംഗ്ലണ്ട് പര്യടനത്തിൽ നടന്ന ഏക T20 മത്സരത്തിൽ ഇന്ത്യ 3 റൺസിന് പരാജയപ്പെടുകയായിരുന്നു. അതിനുശേഷം ഇതാദ്യമായിട്ടാണ് ഇംഗ്ലീഷുകാർക്ക് മുന്നിൽ ഇന്ത്യ ഒരു T20 പരമ്പര അടിയറവ് വെക്കുന്നത്. 2018-ന് ശേഷം ഇംഗ്ലണ്ടിനെതിരെ കളിച്ച ഒരു ബൈലാറ്ററൽ സീരീസ് പോലും ഇന്ത്യ തോറ്റിരുന്നില്ല. കഴിഞ്ഞ 8 വർഷത്തിനിടെ ടെസ്റ്റ് ആവട്ടെ, ഏകദിനമാവട്ടെ, T20 ആവട്ടെ, ഈ ഫോർമാറ്റുകളിലായി കളിച്ച 10 പരമ്പരകളിൽ 8ലും ഇന്ത്യ ജയിച്ചപ്പോൾ 2 ടെസ്റ്റ് പരമ്പരകൾ സമനിലയിലായിരുന്നു ഇംഗ്ലണ്ടിൽ. ഈ കുതിപ്പിനാണ് ഗൗതം ഗംഭീറിന്റെയും ശ്രേയസ് അയ്യരുടെയും കീഴിൽ, അയ്യരുടെ ഭാഷയിൽ പറഞ്ഞാൽ ട്രാൻസിഷൻ ഫേസിൽ ഇപ്പോൾ എൻഡ് ആയിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരെ നടന്ന 6 പരമ്പരകളിൽ 5ലും ഇന്ത്യ വിജയിച്ചപ്പോൾ ഒരെണ്ണം സമനിലയിൽ കലാശിക്കുകയായിരുന്നു ഈ കാലഘട്ടത്തിൽ. അതിനൊപ്പം ഈ സീസണിന് മുൻപ് അവസാനം നടന്ന 12 T20 പരമ്പരകളിൽ 11ലും ഇന്ത്യ ജയിച്ചിരുന്നു. 2023 ഡിസംബറിൽ സൗത്ത് ആഫ്രിക്കയിൽ നടന്ന പരമ്പര 1-1 സമനിലയിൽ അവസാനിച്ചത് മാത്രമാണ് ഏക നഷ്ടമുണ്ടായിരുന്നത്. കഴിഞ്ഞ മത്സരത്തിൽ ഇംഗ്ലണ്ട് വെറും 13.5 ഓവറിൽ ലക്ഷ്യം കണ്ടതോടെ ബാക്കി നിൽക്കുന്ന പന്തുകളുടെ, അതായത് 37 പന്തുകൾ, ആ പന്തുകളുടെ അടിസ്ഥാനത്തിൽ T20 ചരിത്രത്തിൽ ഇന്ത്യ വഴങ്ങുന്ന 3ാമത്തെ ഏറ്റവും വലിയ തോൽവിയായി അത് മാറുകയും ചെയ്തു. 2008-ൽ മെൽബണിൽ ഓസ്ട്രേലിയക്കെതിരെ 52 പന്തുകൾ ബാക്കി നിൽക്കെ തോറ്റതും, അതേ മെൽബണിൽ 2025-ൽ വീണ്ടും ഓസ്ട്രേലിയക്കെതിരെ 40 പന്തുകൾ ബാക്കി നിൽക്കെ തോറ്റതുമാണ് ഇതിനു മുമ്പുള്ള റെക്കോർഡുകൾ. അതിനൊപ്പം ഇപ്പോൾ ഇത് 3ാം സ്ഥാനത്തും എത്തിയിരിക്കുകയാണ്. അതുപോലെ 2018-19 സീസണിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യ തുടർച്ചയായി 2 T20 പരമ്പരകൾ തോൽക്കുന്നത്. അന്ന് 2019 ഫെബ്രുവരിയിൽ ഇന്ത്യ ന്യൂസിലാൻഡിനോടും തൊട്ട് പിന്നാലെ നാട്ടിൽ വെച്ച് ഓസ്ട്രേലിയയോടും ഇന്ത്യ T20 പരമ്പരകൾ തോറ്റിരുന്നു. പിന്നെ ഇന്ത്യൻ ക്യാപ്റ്റനായി പുതുതായി നിയമിക്കപ്പെട്ട ശ്രേയസ് അയ്യർ അദ്ദേഹം നായകസ്ഥാനം ഏറ്റെടുത്ത ഉടൻ തന്നെ തുടർച്ചയായി 2 T20 പരമ്പരകൾ തോൽക്കേണ്ടി വന്നു എന്ന നാണക്കേട് വേറെയുമുണ്ട്. സത്യകഥ എന്തെന്നാൽ കഴിഞ്ഞ IPL അടക്കം അവസാനം കളിച്ച 12 കളികളിൽ 11 ശ്രേയസ് എന്ന ക്യാപ്റ്റന്റെ കീഴിൽ ആ ടീമുകൾ തോൽക്കുകയായിരുന്നു. അതിൽ ഒരു മത്സരം റദ്ദാക്കപ്പെടുകയും ചെയ്തു. കഴിഞ്ഞ മത്സരത്തിലേക്ക് വരുമ്പോൾ പ്ലേയിങ് 11 കണ്ടപ്പോൾ തന്നെ ഏതാണ്ട് തോൽവി ഉറപ്പാണെന്ന് തോന്നിയിരുന്നു. ടോപ്പ് ഓർഡറിലെ 8 ലെഫ്റ്റ് ഹാൻഡേഴ്സിനെ കണ്ടപ്പോൾ സഞ്ജു സാംസണ് ഒരിക്കൽ കൂടി ചാൻസ് കൊടുക്കാമായിരുന്നു എന്ന് പറഞ്ഞവരായിരുന്നു ക്രിക്കറ്റ് പണ്ഡിതന്മാരിൽ ഏറെയും. എന്നാൽ നമുക്കറിയാം, ഫോമില്ലായ്മ അത് സഞ്ജുവിനെ മാത്രമാണല്ലോ ബാധിക്കുക. ഇഷാനും തിലകും ദുബൈയും ഒക്കെ എല്ലാ കാലത്തും ഈ ടീമിൽ സേഫ് ആണെന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. വൈഭവ് സൂര്യവംശി 3ാം മത്സരത്തിലും കൂടുതൽ റൺസൊന്നും എടുത്തിട്ടില്ലായിരിക്കാം, എങ്കിലും അദ്ദേഹത്തിന്റെ ഇന്റൻഷൻ ഇങ്ങനെ തന്നെയാണ്, നമുക്കറിയാം IPL കാലഘട്ടത്തിൽ തന്നെ. പക്ഷേ അപ്പുറത്ത് ഒരുപക്ഷെ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നെങ്കിൽ ലോകകപ്പ് സമയത്ത് ഫോമിലല്ലാതിരുന്ന അഭിഷേക് ശർമ്മയെ രക്ഷാകവചമായും ഉപദേശവുമായും അനുഭവം പങ്കുവെക്കലും ഒക്കെയായി സംരക്ഷിച്ചതുപോലെ എല്ലാ പന്തുകളും ഹിറ്റ് ചെയ്യുന്നതിന് പകരം എങ്ങനെ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കണമെന്നുള്ള രീതി കൂടി അദ്ദേഹം വൈഭവിന് പറഞ്ഞു കൊടുത്തേനെ. അന്താരാഷ്ട്ര ക്രിക്കറ്റും IPL-ഉം കൂടിയുള്ള അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഒരുപക്ഷെ വൈഭവിന് മനസ്സിലാക്കി കൊടുത്തേനെ, അദ്ദേഹത്തിൻ്റെ അനുഭവ സമ്പത്തിൻ്റെ പുറത്ത്. കുറച്ചുകൂടി വൈഭവിനെ സഞ്ജു സാംസൺ ഉണ്ടായിരുന്നെങ്കിൽ കംഫർട്ടബിൾ ആക്കിയേനെ. പിന്നെ ഒരു കാര്യം, ശരിക്കും ഗൗതം ഗംഭീറും അജിത് അഗാർക്കറും ചേർന്ന് ഇന്ത്യൻ ടീമിലെ കളിക്കാരുടെ കരിയർ തന്നെ പൂർണ്ണമായും നശിപ്പിക്കുകയാണ് എന്ന ആ ഒരു വസ്തുതയാണ്.
ലോകകപ്പ് ഹീറോകളായ സഞ്ജു സാംസണെയും അതുപോലെ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിനെയും ടീമിൽ നിന്ന് മാറ്റി നിർത്തി ടീം അംഗങ്ങൾക്കിടയിൽ തന്നെ ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാക്കിയത് മാത്രമല്ല, കളിക്കാരെ സെലക്ട് ചെയ്യുന്നതും വലിയൊരു പോരായ്മയായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. പരിക്കിൽ നിന്ന് മുക്തനായ ഉടൻ തന്നെ ഫിറ്റ്നസ് തെളിയിക്കുന്നതിനായി ഒരു ആഭ്യന്തര മത്സരം പോലും കളിപ്പിക്കാതെ ഹർഷിത് റാണയെ ഈ ടീമിലേക്ക് നേരെ തിരികെ കൊണ്ടുവരികയായിരുന്നു. സ്വാഭാവികമായും 3-4 മത്സരങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിന് വീണ്ടും പരിക്കേറ്റ് ടീമിൽ നിന്നും കഴിഞ്ഞ ദിവസം പുറത്തായിരിക്കുകയാണ്. അതുപോലെയാണ് വരുൺ ചക്രവർത്തിയുടെ കാര്യവും. ഈ വരുണിന്റെ കാര്യത്തിലും IPL 2026 മുതൽ ഫിറ്റ്നസ് പ്രശ്നങ്ങൾ നേരിട്ടിരുന്നിട്ടും പൂർണ്ണമായി സുഖം പ്രാപിക്കുന്നതിന് മുൻപേ അദ്ദേഹത്തെയും ടീമിലെടുത്തു. ഇപ്പോൾ വീണ്ടും പരിക്കിന് കാരണമായി അദ്ദേഹം പുറത്തേക്ക് പോവുകയും ചെയ്തു. ഇത്തരത്തിലുള്ള തിടുക്കത്തിലുള്ള തെരഞ്ഞെടുപ്പ് രീതി കളിക്കാരുടെ കരിയർ നശിപ്പിക്കുകയാണ്. ഇവർക്ക് പകരം വേറെ ആരെയും കിട്ടാഞ്ഞിട്ടൊന്നുമല്ല. IPL നമുക്കറിയാം, മിന്നലാട്ടങ്ങൾ നടത്തിയവർക്കാർക്കും ഇന്ത്യൻ ടീമിൽ അവസരങ്ങളെ ലഭിച്ചിട്ടില്ല എന്നതൊരു വസ്തുതയാണ്. IPL മിന്നിത്തിളങ്ങിയ രജത് പട്ടിദാരും കൃണാൽ പാണ്ഡ്യയും ഭുവനേശ്വർ കുമാരും സാക്കിബ് ഹുസൈനും ഹുസിൻ ഖാനും ഒക്കെയായിരുന്നു IPL മിന്നിത്തിളങ്ങിയത്. അവരൊക്കെയും തീർച്ചയായും ഈ T20 ടീമിൽ അവസരം അർഹിക്കുകയും ചെയ്തിരുന്നു. അപ്പോഴാണ് നിരന്തരം പരാജയപ്പെടുന്ന തിലക് വർമ്മയ്ക്ക് വൈസ് ക്യാപ്റ്റനായി പ്രമോഷൻ കൊടുത്തത്. ദുബൈയും വാഷിംഗ്ടണുമൊക്കെ എങ്ങനെയൊക്കെയോ ടീമിൽ അവസരം കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നത്. ശ്രേയസ് അയ്യർ എന്ന ക്യാപ്റ്റനും അതിദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് കഴിഞ്ഞ മാച്ചിലും നമ്മൾ കണ്ടത്. ശ്രേയസ് എന്ന ബാറ്റർ ഫോമിലാണെങ്കിലും. ഏതായാലും ഇന്ത്യൻ ടീമിൻ്റെ ഈ ഒരു പോക്ക് എങ്ങനെയാണെങ്കിൽ ഭാവിയിൽ നമ്മൾ കാണാൻ പോകുന്നത് 2 കാര്യങ്ങളാണ്. ഒന്നുകിൽ ലോകകപ്പ് സമയത്തേതുപോലെ സഞ്ജുവിൻ്റെ ഒരു ഗ്രാൻഡ് തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ 3ാമത്തെ ഫോർമാറ്റിലേക്കും ക്യാപ്റ്റനായുള്ള ശുഭ്മാൻ ഗില്ലിൻ്റെ വരവും ഒരുപക്ഷെ നമുക്ക് കാണാൻ സാധിക്കും. 2-1 തീർച്ചയായും സംഭവിക്കും.